ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ BBAയിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ 2021 അതേപോലെ 22 വർഷങ്ങളിൽ തേർഡ് സെമിസ്റ്റർ BBAയിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലുള്ളതുപോലെ തന്നെയാണ്. ആ സബ്ജക്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്തായാലും മിക്ക ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI എന്താണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ സ്വെറ്റ് ഇക്വിറ്റി എന്താണ്. എക്സ്പ്ലെയിൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വാട്ട് ഈസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് കമ്പൈൻഡ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, പിന്നെ കമ്പൈൻഡ് ലിവറേജ് എന്താണ്. ദെൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, എന്താണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് വെഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ഡിസയർ അനാലിസിസ്, അതൊക്കെ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ IRR എന്താണ്. ദെൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എന്താണ് അതിൻ്റെ ഫോർമുലയൊക്കെ വെച്ച് എഴുതുക. ദെൻ വാട്ട് യു മീൻ ബൈ റിട്ടേൺഡ് ഏർണിങ്സ്, എന്താണ് റിട്ടേൺഡ് ഏർണിങ്സ്. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യാൻ. ദെൻ വാട്ട് ഈസ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്, 3 മാർക്കിന്. ഓക്കെ, ഇനി എന്താ പറയുക, പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്. പിന്നെ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ്. പിന്നെ ഇവിടെ ഒരു പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ, മെഷീനറിയുടെ കോസ്റ്റ്, ദെൻ ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ്, യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണ്, സാൽവേജ് വാല്യൂ നില്ല്, ടാക്സ് റേറ്റ് 30%. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ് ഇഫ് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് 1 lakh per annum. ഓക്കെ, ഇപ്പോൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ പ്രൊഡക്റ്റ്. ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. യൂണിറ്റ് സോൾഡ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ 10% ഡെപ്റ്റ് ക്യാപിറ്റലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യന് എ കമ്പനി ഇഷ്യൂ 10,000, 10% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച്. അപ്പോൾ കമ്പനി 10,000 10% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2 per share ആണ്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ പ്രീമിയം 10%, ഡിസ്കൗണ്ട് 5% ആണെങ്കിൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫോർമുല വയ്ക്കുക. 3 സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, അറ്റ് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ തന്നിട്ടുണ്ട്. ഔട്ട്ഫ്ലോ തന്നിട്ടുണ്ട്, എത്രയാണ് 1 lakh ആണ്. ഇറ്റ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷവും 40,000, നെക്സ്റ്റ് ഇയറിൽ 30,000, 50,000, 20,000. ഇതാണ് 4 വർഷത്തെ ഇത്. കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10%, അപ്പോൾ അത് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യന് നിങ്ങളോട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ആവറേജ് കളക്ഷൻ പീരീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽ തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, റിട്ടേൺ ഇൻവാർഡ്, ട്രേഡ് ഡെപ്റ്റേഴ്സ്, അതേപോലെ ട്രേഡ് ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡും ബിഗിനിങ്ങും തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇനി essay ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡിസ്കസ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, 2 മാർക്കിന് ചോദിച്ചു തന്നെയാണ് അവിടെ. അത് വീണ്ടും ചോദിച്ചിട്ടു അതിൻ്റെ സ്കോപ്പും പിന്നെ അതേപോലെ ഇമ്പോർട്ടൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ടു make an assessment for the working capital requirement of ABC Limited for the period of April to June 2018.
അപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ്, പർച്ചേസ്, വേജസ് ഓരോ മാസത്തിലും തന്നിട്ടുണ്ട്. ഓക്കെ, 50% sales are realized in the month of following the sale of remaining 50% second month of the following. അപ്പോൾ 50% സെയിൽസ് റിയലൈസ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്തിലാണ്. ഓക്കെ, അപ്പോൾ സെയിൽസ് 1,80,000 ഫെബ്രുവരിയിലാണെങ്കിൽ അതിൻ്റെ ക്യാഷ് കിട്ടുന്നത് എന്താ പറയുക മാർച്ചിലാകും. ആൻഡ് റിമൈനിങ് 50% ദ സെക്കൻഡ് മന്ത് ഫോളോയിങ്. അപ്പോൾ പിന്നെ ബാക്കി 50% കിട്ടുന്നത് ഇപ്പോൾ ഫെബ്രുവരിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാർച്ചിൽ പകുതി കിട്ടും, പിന്നെ ഏപ്രിലിൽ പകുതി കിട്ടും, അങ്ങനെയാണ്. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദി മന്ത് ഓഫ് ഫോളോയിങ് ദി മന്ത് ഓഫ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദി മന്ത് ഓഫ് ഫോളോയിങ് ദി മന്ത് ഓഫ് പർച്ചേസ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്നത് അത് ഫോളോയിങ് മന്ത്സിലാണ്. ഓക്കെ, പർച്ചേസ് ചെയ്ത മന്തിൻ്റെ പിറ്റത്തെ മാസം. അപ്പോൾ ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്യാഷ് കൊടുക്കുന്നത് മാർച്ചിലാകും. വേജസ് ആർ പെയ്ഡ് ഇൻ ദി നെക്സ്റ്റ് മന്ത്. വേജ് പേ ചെയ്യുന്നത് നെക്സ്റ്റ് മന്തിലാണ്. ക്യാഷ് ഓൺ ബാങ്ക് 1/4/2018 ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മഹേഷ് ലിമിറ്റഡ് ഹാസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 lakh divided into share of ₹100 each. It wish to raise a further 6 lakh for expansion. The company plans to following finance scheme. All equity shares, എല്ലാ ഇക്വിറ്റി ഷെയർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 2 lakh ഇക്വിറ്റി ഷെയർസ് 4 lakh ഡിബഞ്ചറും ആണെന്നുണ്ടെങ്കിൽ എന്താകും? ഓൾ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? പിന്നെ അതേപോലെ 2 lakh in equity shares, 4 lakh in preference share at 8% dividend. The company has estimated EBIT 3 lakh ആണ്. കോർപ്പറേറ്റ് ടാക്സ് 50% ആണ്. കാൽക്കുലേറ്റ് EPS in each case and comment to which capital structure is available. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് 4 കേസിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് ആണ് ചോദിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 2022 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കുറേയൊക്കെ റിപ്പീറ്റഡ് ഉണ്ടാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിപ്പീറ്റഡ് ആണ്. എന്താണ് വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ദെൻ വാട്ട് ആർ ദ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് റിസീവബിൾസ്? എന്തൊക്കെയാണ് ഈ റിസീവബിൾസുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് വരിക? ദെൻ വാട്ട് ഡസ് സ്റ്റോക്ക് ഡിവിഡൻഡ് മീൻസ്? എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ്? വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി? വാട്ട് ഈസ് ക്യാപിറ്റൽ ഗിയറിങ്? വാട്ട് യു മീൻ ബൈ IRR? ഓക്കെ, IRR ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, റിപ്പീറ്റഡ് ആണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. റിപ്പീറ്റഡ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? ക്യാപിറ്റൽ റേഷനിങ് എന്താണ്? വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് സ്പ്ലിറ്റ്? ഓക്കെ, ദെൻ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ? എക്സ്പ്ലെയിൻ FIFO മെത്തേഡ്. FIFO മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. റീഓർഡറിംഗ് ലെവൽ. ദെൻ വാട്ട് ഈസ് EPS ഏർണിംഗ് പെർ ഷെയർ? ഓക്കെ, ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ? എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഡിറ്റർമൈൻ ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം? അപ്പോൾ എന്തെല്ലാം ഒരു ഫേം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ്. ദ നെക്സ്റ്റ് തിയറി, ഹൈപ്പോത്തിസിസ്. ഓക്കെ, എനുമറേറ്റ് ദ അസംപ്ഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഓഫ് ദി ഇറവലൻസ് തിയറി ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡിൻ്റെ തിയറിയാണ് തിയറി, ഇറവലവൻസ് ഓഫ് തിയറിയിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പ്രൊജക്റ്റ് റിക്വയർഡ് ഇനീഷ്യൽ ഔട്ട്ലേ എത്രയാണ്? 1 lakh ആണ്. ആൻഡ് ജനറേറ്റ് ഓരോ വർഷം 20,000, 30,000, 40,000, 50,000, 30,000 ഇൻ ദി ഫസ്റ്റ് 5 years. അപ്പോൾ അത് വെച്ചിട്ട് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലീവറേജ്. ഓക്കെ, തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗും ഫിനാൻഷ്യൽ ലീവറേജും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ്, EBIT, ഇൻട്രസ്റ്റ്, ടാക്സ്, നെറ്റ് ഇൻകം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പനി പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇൻവെൻറ്ററി 10 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ ഓർഡർ ₹20. The number of units required 30,000 per year. Variable cost per unit order ₹2. And then purchase price per unit ₹30. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരീഡ്. വീണ്ടും റിപ്പീറ്റഡ് ആണ്. സെയിൽസ്, ക്യാഷ് സെയിൽസ്, സെയിൽസ് റിട്ടേൺ, ഡെപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ്, ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ,
Then next question, a public limited company offer its existing shareholders the right to buy one share at the rate 12 per share for every 4 share rupees 10 each held in the company. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ കൊടുക്കുകയാണ്, ഷെയർ കൊടുക്കുകയാണ്. അപ്പോൾ 4 ഷെയറുള്ളവർക്ക് 1 ഷെയറാണ് 12 രൂപക്കാണ് ഷെയർ കൊടുക്കുന്നത്. ഓക്കെ. So market value of shares of rupees on the date 24 ആണ്. അപ്പോൾ 24 മാർക്കറ്റ് വാല്യൂ. ഇഷ്യൂ പ്രൈസ് 12 ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫോർമുല ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി എസ് എ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സാണ് ഈ എന്താ പറയുക ഡിവിഡൻഡ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ആണ്. ഫോളോയിങ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദി റെക്കോർഡ് ഓഫ് 2 കമ്പനീസ് എയും ബിയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ. ഇതിൻ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ കമ്പനി ഹാസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിംഗ് ₹4,40,000 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രിസിയേഷൻ. ഓക്കെ. അപ്പോൾ 10% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത്. പേ ബാക്ക് പീരീഡ് ആണ്. അതേപോലെ NPV അറ്റ് 10% ഡിസ്കൗണ്ട് ഫാക്ടർ, NPV പിന്നെ പ്രോഫിറ്റബിലിറ്റി അറ്റ് 10% ഡിസ്കൗണ്ട് ഫാക്ടർ, IRR 10% to 50% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ പേ ബാക്ക് പീരീഡും NPVയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും IRR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡാറ്റ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ ആൻസർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻസറിൻ്റെ വീഡിയോ ക്വസ്റ്റ്യനും ആൻസറും കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.